സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൻ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ദേവഹൂതി കർദമനുമായി രണ്ടുപേരും വിമാനത്തിൽ അനവധി കാലം സഞ്ചരിച്ച് 9 പുത്രിമാരെ ലഭിച്ചു. ഒടുവിൽ ഒരു പുത്രൻ കൂടി ഉണ്ടാവണം എന്ന് ദേവഹൂതി അപേക്ഷിച്ചതിനെ തുടർന്ന് കർദമൻ അവിടെ തന്നെ സ്ഥിതി ചെയ്തു എന്നാണ്. അങ്ങനെ കാന്താഹിതകൃത്തായിക്കൊണ്ട് കാന്തയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാനെ അങ്ങയുടെ ജനനത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് അവർ അല്ലെങ്കിൽ കർദമ പ്രജാപതി കുറച്ച് കാലം കൂടി പ്രവ്രാജനം ചെയ്ത് പോവാതെ, കാട്ടിലേക്ക് പോവാതെ അവിടെ സ്ഥിതി ചെയ്തു. അടുത്തത് നിജഭർതൃഗിരഭവം നിഷേവ നിരതായാം അതദേവദേവകൂത്യാം കപിലസ്തമജായതാജനാനാം പതൈഷ്യൻ പരമാത്മതത്വവിദ്യാം. മഹത്തായിരിക്കുന്ന ആത്മതത്വം അല്ലെങ്കിൽ ഉപദേശ സംഹിത ലോകത്തിലേക്ക് എന്നേക്കുമായിട്ട് സ്ഥാപിച്ചതായ കപിലവാസുദേവൻ്റെ ആ ഒരു അവതാരമാണ് അതിനുശേഷം ഉണ്ടായത്. അങ്ങ് കപിലവാസുദേവനായി അവതരിച്ചല്ലോ. എല്ലാവർക്കും ആത്മതത്വത്തെ ഉപദേശിക്കാനായി കൊണ്ടാണ് ഭഗവാന്റെ ഈ കപിലാവതാരം. പറയണം, വനമേയുഷി കർദമേ പ്രസന്നേ മതസർവമുപാദിശഞ്ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിവാഹി മാം ഗതൗഘാർ. വിളിക്കുകയാണ്, ഹേ കപിലാത്മക, കപിലവാസ്തയുടെ സ്വരൂപത്തെ എടുത്തതായിട്ടുള്ള ഭഗവാനെ, വായുമന്ദിരേശ ഗുരുവായൂരപ്പ, പ്രസന്നേ കർദമേ പ്രസന്നനായിരിക്കുന്ന കർദമൻ വനത്തിൽ പോയ സമയത്ത്, കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് തപസ്സിനായിട്ട് പോയപ്പോൾ നടത്തും. അങ്ങനെ പോയല്ലോ, ഒരു പുത്രൻ കൂടി ഉണ്ടായി, പുത്രൻ ജനിച്ചതോട് കൂടിയിട്ട് പോവാന്നാണ്. കപിലത്തമജായത നേരത്തെ പറഞ്ഞു, കപിലായിട്ട് ജനിച്ചു. അപ്പം അമ്മയെ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കർദമൻ എന്ത് ചെയ്തു? വനമേയുഷി, വനത്തിലേക്ക് പോയി. അതാണ് വനമേയുഷി കർദമേ പ്രസന്നേ. പ്രസന്നേ കർദമേ വനമേയുഷി. പ്രസന്നനായിരിക്കുന്ന കർദമൻ വനത്തിൽ പോയ സമയത്തിങ്കൽ ഇവിടെ എന്ത് ചെയ്തു? ഏയുഷി ജനന്യൈ മതസർവസ്വം ഉപദിശൻ. ജനന്യൈ ജനനിക്കായിക്കൊണ്ട്, അമ്മയ്ക്കായിക്കൊണ്ട്, സർവസ്വം മതം, അറിയേണ്ട കാര്യങ്ങളെല്ലാം. ശ്രീമദ് ഭാഗവത്തിൽ 6 ദശകത്തിലാണ് കപിലോപദേശം നിബന്ധിച്ചിരിക്കുന്നത്. കുറേ ഉണ്ട്, 2-3 കർമ്മത്തിൻ്റെ ആ ഗതിയൊക്കെ വർണ്ണിച്ചിട്ടാണ്. മരിച്ചുപോയ ജീവനെ എവിടേക്കാണ് പോവുകയെന്നും അതിൻ്റെ ഗതികൾ എന്തൊക്കെയാണെന്നും അങ്ങനെ വിസ്തരിച്ചിരിക്കുകയാണ്. നിർവിണ്ണാനിതരം ഭൂമൻ തുടങ്ങുന്ന ആ ഉപദേശം ഉപലഭതേ ഭഗവത് പദാരവിന്ദം എന്നുള്ളടത്ത് അവസാനിക്കണം. എല്ലാം കേട്ടിട്ട് ദേവഹൂതി ഭഗവത് പാദാരവിന്ദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക. അപ്പം അതിലിടയ്ക്ക് എല്ലാ വശങ്ങളും ഭക്തിയോഗം ഏതൊക്കെ തരത്തിലാണ് മുതലായ എല്ലാ വശങ്ങളും അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മതത്വ നിരൂപണവും വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് സൃഷ്ടി ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് മതസർവസ്വമുപാദിശൻ ജനന്യൈ. ജനന്യൈ സർവസ്വം അല്ലെങ്കിൽ മതസർവസ്വം ഉപാദിശൻ. എല്ലാ തത്വശാസ്ത്രങ്ങളും ഉപദേശം ആയി കൊടുത്തുകൊണ്ട് അങ്ങ് ചെയ്തില്ലേ എന്നൊക്കെയാണ്. വായുമന്ദിരേശ, അങ്ങനെയുള്ളതാക്കുന്ന സർവേശ്വര, എൻ്റെ രോഗത്തെ കൂടി അങ്ങ് ഇല്ലാതാക്കണമേ. മാം ത്വരിതം ഗതൗഘാത് പരിവാഹി, എന്നെ ത്വരിതം വേഗത്തിൽ. ഗതൗഘാത്, ഗത രോഗമാണ്, ഗതം എന്നാണ് വാക്ക്. ഗതൗഘാത് രോഗത്തിൻ്റെ കൂട്ടങ്ങളിൽ നിന്നാണ്, എല്ലാ രോഗങ്ങളിൽ നിന്നും അർത്ഥം. ഒറ്റയടിക്ക് എല്ലാം ചോദിച്ചിരിക്കുകയാണ്. ഇനി ഓരോ രോഗമായിട്ട് പറയേണ്ടത്. ഇപ്പോൾ വാതരോഗം ഉണ്ടെങ്കിലും മറ്റു രോഗങ്ങളും വരാം ശരീരത്തിൽ. അപ്പോൾ എല്ലാ രോഗങ്ങളും ഒരുമിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിച്ചാൽ പിന്നെ വേറെ പ്രാർത്ഥിക്കേണ്ടത്. ഗതൗഘാത്, എല്ലാ രോഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ചില ആൾക്കാർ അങ്ങനെ ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ ഒരു 1000 കംപ്ലൈൻറ്റ് പറയും.
ഡോക്ടർ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും, അത് കഴിഞ്ഞിട്ടാവാം അടുത്തത്. എല്ലാതും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏതിനാ മരുന്ന് എഴുതുക? ഇല്ലേ, കൈവേദനയുണ്ട്, കാലുവേദനയുണ്ട്, തലവേദനയുണ്ട്, വേറെ ഒന്നുണ്ട്, അതാണ് മൂത്രം പോകേണ്ട, അങ്ങനെ 5-8 പറഞ്ഞാൽ ഡോക്ടർ തന്നെ കഷ്ടത്തിലാവും. ഇതിനിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അപ്പോൾ അതുപോലെ ഗതൗഘാർ, നമ്മളൊക്കെ ഈ പല രോഗങ്ങളുടെ കൂട്ടങ്ങളുള്ളവർ, ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, ഇല്ലേ, കാലുവേദന, കൈവേദന, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ശരീരത്തിൽ ആലോചിച്ച് നോക്കിയാലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞാൽ ഗതൗഘാത്, രോഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സർവേശ്വര എന്നെ രക്ഷിക്കണേ, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ. അരോഗതമായിട്ടുള്ള ശരീരം കിട്ടുക എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. രാമൻ വനവാസത്തിന് പോയപ്പോൾ ഗുഹനോട് പറയേണ്ട, ഗുഹ അരോഗമായിട്ടുള്ളൊരു ശരീരത്തോടു കൂടിയിട്ട് നീ ഇങ്ങനെ കഴിച്ചു കൂട്ടുണ്ടല്ലോ, അത് മഹാഭാഗ്യം തന്നെ. രോഗം ഉണ്ടാക്കില്ലാച്ചാൽ ശരീരം നന്നെങ്കിൽ പണിയെടുത്തിട്ടെങ്കിലും ജീവിക്കാം, ഇല്ലേ? ചിലർച്ച് ധാരാളം പണം ഉണ്ടാവും, ഒന്നിനും വയ്യാച്ചാലോ. ഭക്ഷണം അടക്കം കഴിക്കാൻ വയ്യാണ്ട് വെച്ചാൽ കാശുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലച്ചാൽ പണിയെടുത്തിട്ടെങ്കിലും ജീവിക്കാം. അതുകൊണ്ടൊരു ഗുഹ തന്നെ ഇങ്ങനെ രോഗമില്ലാത്ത ശരീരത്തെ വലിയൊരു കാര്യമാണതേ. കാരണം അസുഖം വന്നാൽ കഴിഞ്ഞു, നമ്മുടെ എല്ലാ പ്രസന്നതയും പോയി, പിന്നെ കഴിഞ്ഞു കഥ. അത് എത്രത്തോളം ഗൗരവമുള്ള രോഗമാണോ അത്രത്തോളം നമ്മുടെ മനസ്സിനെ ബാധിക്കും, ഇല്ലേ? രാവിലെ നീട്ടാൽ പിന്നെ അതാ ചിന്തിച്ചാൽ അതൊന്ന് മാറി കിട്ടാൻ എന്താ മാർഗം? അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് മനുഷ്യനെ സംബന്ധിച്ച്. നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലാവുക, കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടാവുക, എന്നാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അതാണ് ത്വരിതം ത്വം പാഹിമാം ഗതൗഹാർ, സർവേശ്വര എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വനമേ യുഷികർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശഞ്ജനന്യേ കപിലാത്മകവായുമന്ദിരേശ, ഗുരുവായൂരപ്പനായിട്ടുള്ള കപിലവാസുദേവ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാർ, എല്ലാ രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നും പറഞ്ഞിട്ട് ആ ദശകം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദശകത്തിൽ ഭഗവാൻ കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശമാണ്. ആദ്യത്തെ ശ്ലോകം മതിരിക ഗുണതക്ത ബന്ധകൃത്യക്ഷതക്ത തമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദി. ഇവിടുന്ന് അംഗ്ലശ്ലോകങ്ങളിലൊക്കെ അവസാനത്തെ വരി, 4ാമത്തെ വരി കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദി. അടുത്ത ശ്ലോകം കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദി. ഈ ശ്ലോകമാണ്. അവസാനത്തെ വരിയൊക്കെ കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദി. കപില ശരീരത്തോടു കൂടിയായിട്ടുള്ള അങ്ങ് ദേവഹൂതിയോട് ഇങ്ങനെ പറഞ്ഞില്ലേ, നഗാദി പറഞ്ഞില്ലേ, ഇങ്ങനെയല്ലേ പറഞ്ഞത് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ഓരോന്നും ഇങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ 3 വരിയിലേ കാര്യമുള്ളൂ. കപിലതനുരുദിത്വം ദേവഹൂത്യൈ നഗാദി. ശ്രീമദ് ഭാഗവതത്തിൽ നിർവ്യണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയ തർഷണോത് ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭോ എന്നാണ് ദേവഹൂതിയുടെ ചോദ്യത്തോട് കൂടിയിട്ടാണ് ഉപദേശം അങ്ങനെ തുടങ്ങണത്. എന്താ വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കണ സുഖം മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. ലോകസുഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന സുഖമാണ്. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ മടുക്കണതാ. ഏത് സുഖമാണ് നമുക്ക് മടുക്കാത്തത്? ഇപ്പം നമുക്ക് സുഖമുള്ള ഭക്ഷണമോ വിഭവമോ ആണെച്ചാൽ എത്ര കഴിക്കും? ഇഷ്ടമുള്ളത് തന്നെയാണ് കൂട്ടുക. അതന്നെ വീണ്ടും വീണ്ടും വിളമ്പിയാൽ നമുക്ക് ദേഷ്യം വരില്ല. എന്താ ഈ വിളമ്പണ? ഒരു കണക്കൊക്കെ ഇല്ലേ, വയറിൻ്റെയാണ് ഭക്ഷണം തൻ്റെ വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ തന്നെ ദേഷ്യപ്പെടും. കഴിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അത് കഴിഞ്ഞാൽ മദ്യവും. വിശക്കണ സമയത്ത് പപ്പടം കാച്ചണ വാസനയോ വറുക്കണ വാസനയോ കേട്ടാൽ നമുക്ക് കഴിക്കണം എന്നുള്ള തോന്നലും വായിൽ വെള്ളം വരലും ഉണ്ടാവും, ഇല്ലേ? നല്ലോണം വയറങ്ങനെ നിറഞ്ഞ് ബാധ്യമായിട്ടുള്ളൊരവസ്ഥയിലാണെച്ചാലോ ഇതിൻ്റെ വാസന നമുക്കൊരു അസ്വസ്ഥതയെ സൃഷ്ടിക്കുക, അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അങ്ങനെയാണ്. വയറിങ്ങനെ നിറഞ്ഞു കുറച്ച് ഓവറും ആയിരിക്കണു. കുറേശ്ശെ ഇങ്ങനെ തേട്ടാനും അതൊക്കെ ഇങ്ങനെ തുടങ്ങി വയറ് നിറഞ്ഞ് ബുദ്ധിമുട്ടുക. അപ്പോൾ ഇതിൻ്റെ മണം കേട്ടാൽ അയ്യോ, ആ മണം നമുക്ക് ആസ്വദിക്കാൻ പറ്റണില്ല. ശ്രദ്ധിക്കാനും കൂടി വരും ചിലപ്പോൾ, ഇല്ലേ? അത്രയ്ക്കധികം വയറ് നിറഞ്ഞാലേ. അപ്പോൾ ഈ നാവിന് സുഖം എന്ന് തോന്നുന്നതായ അതേ ഭക്ഷണം തന്നെ നമുക്ക് എന്തായി ഇപ്പോൾ അസുഖമായിട്ട് മാറി. ഇതാണ് ലോകസുഖങ്ങളുടെയൊക്കെ അവസ്ഥ. തുടക്കത്തിൽ സുഖമാണെങ്കിലും അത് മതിയായി പിന്നെ അത് ശല്യമാവും.
എത്ര നേരം പാട്ട് കേൾക്കും നമ്മൾ ചെവിയെ സൂചിപ്പിക്കാൻ? ഒരു 3 മണിക്കൂറാണ് കൂട്ടുക. അത്ര തന്നെ പറ്റില്ല. അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫാക്കാൻ തോന്നും അല്ലേ? അതിനധികം തന്നെ കേൾക്കാൻ സാധിക്കില്ല. കാരണം അത് കേട്ടാണ് മതിയാവുകയാണ്. അപ്പോൾ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും തുടക്കത്തിൽ രസമായി തീർന്ന് പിന്നെ മടുക്കണമെന്നാണ്. അവസാനം വരെ മടുക്കാത്തതായിട്ടുള്ള സുഖം യാതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിലത്തെ സുഖങ്ങൾ അങ്ങനെയാണ്, ഒക്കെ മടുക്കും. അതുകൊണ്ട് ഏതൊന്നാണ് ഇത്തരം മടുക്കാത്ത സുഖം എന്നൊന്ന് സർവേശ്വര എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. സർവേശ്വര എന്നാണ് വിളിക്കണ മകനാണെങ്കിലും ഭഗവാന്റെ സ്വരൂപത്തെ മുഴുവൻ മറയ്ക്കാൻ ഭഗവാൻ കൂട്ടിയാലും കൂടി പറ്റില്ല എന്നാണ്. കാരണം ആ തേജസ്സാണ്. അപ്പോൾ അഗ്നിയെ നമ്മൾ എത്ര കെട്ടിപ്പൊതിയാൻ പറ്റുമോ? അഗ്നിയാണ് കെട്ടിപ്പൊതിഞ്ഞ് ഇതിൻ്റെ തേജസ് മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് വയ്ക്കാൻ നമുക്ക് പറ്റില്ല. അഥവാ ഇരുമ്പിൻ്റെ കൂടത്തിലാക്കിയാൽ അതും ചുട്ടുപൊള്ളും ഇല്ലേ? അപ്പോഴും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അഗ്നിയെ മറയ്ക്കാൻ പറ്റില്ലാത്ത പോലെ സൂര്യനെ മറയ്ക്കാൻ പറ്റുമോ? അതേപോലെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഒരു ശിശുവിൻ്റെ രൂപമെടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ തേജസ് ഉണ്ടോ? പോണു. അപ്പോൾ ദേവതിക്കറിയാം ഇത് വേറെ ആരുമല്ല, സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഏതാണ് ഭഗവാനെ മടുക്കാത്ത സുഖം? അതുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ് ചോദ്യം. അപ്പോൾ ഭഗവാനോ മതിരിക്ക ഗുണതക്ത ബന്ധകൃതേഷതക്ത തമൃതകൃതപരുന്തേ ഭക്തിയോഗർത്തു ശക്തിം ചുരുക്കിയ വാക്കില പറയണത്. ഇവിടെ പറയും ഏറ്റവും നമുക്ക് ദുഃഖത്തെ തരുന്നത് ഗുണങ്ങളാണ്. ഗുണേഷ്വതുക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. അമ്മേ, നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖത്തെ തരുന്നത് നമ്മുടെ മനസ്സാണ്. ചേതക്കല്ലസബന്ധായ മുക്തയേ ചാത്മനോ നൃണാം. മനസ്സ് ആണ് എല്ലാ ദുഃഖങ്ങളെയും ഉണ്ടാക്കുന്നത്. ആ മനസ്സ് ദുഃഖം ഉണ്ടാവാനുള്ള കാരണമോ വേറൊന്നുമല്ല. കാരണം ഉണ്ടാവണമല്ലോ, ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ മനസ്സിൽ എപ്പോഴും ദുഃഖം ഉണ്ടാവും. അപ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ? രജോ ഗുണം, തമോ ഗുണം, അതേപോലെ സത്വഗുണം. ഇത് 3 ദുഃഖകരാണെന്നാണ് പറയണത്. സത്വഗുണം ദുഃഖമാവുമോ? ചിലപ്പോൾ അതും ദുഃഖമാവും. നിർഗുണാവസ്ഥ മാത്രമാണ് ദുഃഖത്തെ നൽകാത്തത്. സത്വഗുണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിന് ഭംഗം വരുമ്പോൾ ദുഃഖം വരേ. അതാണ് ഞാൻ പാലേ കഴിക്കുള്ളൂ, പച്ചക്കറികൾ നല്ല പഴവർഗ്ഗങ്ങളെ കഴിക്കുള്ളൂ, അത് ശ്രേഷ്ഠമായതേ പറ്റുള്ളൂ, എനിക്ക് നല്ല വർത്തമാനേ കേട്ടുകൂടൂ, ഞാൻ നല്ലതേ പറയൂ. ഇങ്ങനെയൊക്കെ നല്ല കാര്യമാണെങ്കിലും നല്ല തന്നെയാണ്. പക്ഷെ അത് സാത്വിക ആൾക്കാർക്ക് അല്ലാത്തവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടേണ്ടി വരില്ലേ? അല്ലാത്തവരുടെ ഈ ലോകം എന്ന് പറയുന്നത് എല്ലാം കൂടിയതാണ്, നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ കഴിഞ്ഞു കൂടുമ്പോൾ സാത്വികന്മാർക്ക് ദുഃഖം ഉണ്ടാവും. അവരുടെ ഇടയിലൊക്കെ കഴിച്ചു കൂട്ടേണ്ടി വന്നല്ലോ, കണ്ടോ? അപ്പോൾ സാത്വിക എവിടേക്ക് എത്തി? ചിലപ്പോൾ ദുഃഖത്തിലേക്ക് എത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖത്തിലേക്ക് എത്തിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിർഗുണാവസ്ഥയാണെന്നാണ്. അതെന്താ നിർഗുണാവസ്ഥ എന്ന് പറഞ്ഞാൽ? ഒരു സംഗതിയും നമ്മളെ ബാധിക്കാത്ത അവസ്ഥ. അണ്ടർലൈൻ ശരിക്കും അതിന് അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോഴേ നമ്മൾ നിർഗുണം എന്ന് പറയാൻ പറ്റും. എന്തായാലും നല്ല ആൾക്കാരുടെ ഇടയിൽ അല്ലാതെ കഴിയേണ്ടി വന്നാലും അത് അംഗീകരിക്കണം. ആരോടും എങ്ങനെയും കൂട്ടുകൂടാം എന്നല്ല ഇതിൻ്റെ അർത്ഥം, അത് പറ്റില്ല. പക്ഷേ സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം നിമിത്തം ചിലപ്പോൾ രജോ ഗുണക്കാരുടെ കൂടെയും തമോ ഗുണക്കാരുടെ കൂടെയും കഴിയേണ്ടി വന്നാലും കണ്ണാണ്ട് അടയ്ക്കുക, മനസ്സും അടയ്ക്കുക, ഓഫാക്കുക. ഞാൻ കഴിഞ്ഞുകൂടുക. കഷായമൊക്കെ കുടിക്കില്ലേ എന്ന പോലെ മിണ്ടാതെ കഴിച്ചു കൂട്ടുക. അയാൾ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അവരോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. രജസ്തമോ ഗുണങ്ങൾ നിൽക്കുന്നവരോട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കഷായം നമ്മളാണ്ട് കുടിക്കുക നല്ലത്. ആരോടും ഒന്നും മിണ്ടാണ്ട് കണക്ക് ഇറക്കുക. അത് നിർഗുണക്കാർക്കേ പറ്റൂ. അല്ലാത്തവർ പ്രതികരിക്കും. എന്നാലും ഈശ്വരായി ഇങ്ങനത്തെ ഈ മനുഷ്യന്മാർ ഉണ്ടോ ലോകത്തിൽ? ഇതൊക്കെ എന്തിനാ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം അതൊന്നും കണക്കാക്കാതെ ആരുടെ ഇടയിലാണ് കഴിയേണ്ടി വന്നു വെച്ചാൽ അതും കഷായം കുടിക്കണ പോലെ കണ്ണടച്ചിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ കഴിയണ അവസ്ഥയ്ക്കാണ് നിർഗുണം എന്ന് പറയുക. ശരിക്കും പറയുക വെച്ചാൽ അത് സാത്വികന്മാരെ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് സാത്വികവും നമ്മളെ ചിലപ്പോൾ ദുഃഖിപ്പിക്കും. രജോ ഗുണം ദുഃഖിപ്പിക്കും, തമോ ഗുണം അതിലേറെ ദുഃഖിപ്പിക്കും. ഇതൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. ഗുണേഷു സക്തം ബന്ധായ. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളിൽ നിന്നും മനസ്സിനെ
വേറെയാക്കുക എന്നതാണ് ദുഃഖനിവൃത്തിക്കുള്ള മാർഗം. രജോ ഗുണോ പാടില്ല, തമോ ഗുണോ പാടില്ല, സത്വഗുണോ വേണ്ട, നിർഗുണം ആവാം. ആ നിർഗുണാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക എന്നത് എളുപ്പമല്ല, ക്ഷിപ്രസാധ്യമല്ല. കാരണം മനസ്സുകൊണ്ടാണ് ഗുണം ഉണ്ടാക്കിയിരിക്കണം. മനസ്സുകൊണ്ടൊരു ഗുണം കൊണ്ടാണ് മനസ്സുണ്ടാക്കിയിരിക്കണം. മണ്ണുകൊണ്ട് കുടമുണ്ടാക്കിയിട്ട് അതിൽ മണ്ണൊക്കെ കളയണം എന്ന് പറഞ്ഞാൽ സാധ്യമാവുമോ? ഏകാശത്തിലൊരു ചോദ്യമുണ്ട്. എന്നാൽ മനസ്സിനെ ഇല്ലാണ്ടാക്കലാണോ വേണ്ടത്, അല്ലാണ്ട് മനസ്സിൽ നിന്ന് ഗുണങ്ങളെ കളയലല്ല. മനസ്സില്ലാണ്ടേക്കാലോ. അതാണ് അമ്മേ ദുഃഖനിവൃത്തിക്കുള്ള എളുപ്പത്തിൽ പറയുകയാണെങ്കിലുള്ള മാർഗം എന്നാണ് ഇവിടെ പറഞ്ഞത്. മതിരിഹ ഗുണസക്ത. ഗുണം എന്ന് പറഞ്ഞാൽ രജസ്തമോ സത്വഗുണങ്ങൾ. സക് മതി ബുദ്ധി. മതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലത്തെ മതി എന്നല്ല, സംസ്കൃതത്തിലത്തെ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥമാണ്. ആ ബുദ്ധി ബന്ധകൃത്ത് എന്നാണ്. ബന്ധത്തെ ഉണ്ടാക്കുന്നു. ബന്ധം ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ബന്ധങ്ങളാണ് ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. ബന്ധത്തെ ഉണ്ടാക്കുന്നതോ ഗുണം, സത്വരജസ്തമോ ഗുണങ്ങൾ. മതിരിഹ ഗുണസക്ത, അതായത് ഗുണസക്ത മതി. സത്വരജസ്തമോ ഗുണങ്ങളാണ് ഗുണം. അതിനോട് കെട്ടുപണഞ്ഞ ബുദ്ധി, മനസ്സ് ബന്ധകൃത്ത്, ബന്ധത്തെ ഉണ്ടാക്കുന്നു. ബന്ധം ദുഃഖത്തെയും ഉണ്ടാക്കും. തേഷു അസക്ത, എന്നാൽ സത്വരജസ്തമോ ഗുണങ്ങളോട് ബന്ധമില്ലാത്തതായിട്ടുള്ള മനസ്സോ തേഷു അസക്ത. തേഷു എന്ന ഗുണങ്ങളോട് ബന്ധമില്ലാത്ത മനസ്സാകട്ടെ അമൃതകൃത്, അമൃതത്തെ ഉണ്ടാക്കുന്നു, സുഖത്തെ ഉണ്ടാക്കുന്നു. കെട്ടുപിണഞ്ഞ മനസ്സ് ബന്ധകൃത്താണ്. ബന്ധകൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധത്തെ ഉണ്ടാക്കുന്നത്. അമൃതകൃത്ത് എന്ന് പറഞ്ഞാൽ അമൃതത്തെ ഉണ്ടാക്കുന്നത്. കൃത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. അമൃതകൃത്ത് അമൃത സുഖത്തെ ഉണ്ടാക്കുന്നത്. ബന്ധകൃത്ത് എന്ന് പറഞ്ഞാൽ ബന്ധത്തെ ഉണ്ടാക്കുന്നത്. ബന്ധം എന്ന് പറഞ്ഞാൽ ദുഃഖം. ഗുണങ്ങളോട് കെട്ടുപിണഞ്ഞ മനസ്സ് ബന്ധകൃത്താണ്. ബന്ധവും ദുഃഖവും ഉണ്ടാക്കുന്നു. അമൃതകൃത്ത് എന്ന് പറഞ്ഞാലോ സുഖത്തെ ഉണ്ടാക്കുന്നു. അമൃതം സുഖം. അപ്പോൾ ഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്നങ്ങോട്ട് വേർപെടുത്തുക. അതിനുള്ള മാർഗമാണ് ഭക്തിയോഗസ്തു ശക്തിം. ജ്ഞാനമാർഗം മുതലായ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഭക്തിയോഗമാണ് നല്ലത്. ആ ഭക്തിയോഗം എല്ലാ ഗുണങ്ങളും മനസ്സിൽ നിന്ന് കളഞ്ഞ് നിർഗുണാവസ്ഥയിലാക്കി ആസക്തിയെ ഇല്ലാതാക്കുന്നു. ആ ഭക്തിയാവട്ടെ മഹദനുഗമലഭ്യ, സത്സംഗം കൊണ്ടേ ഉണ്ടാവുള്ളൂ. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ മുക്തി. മഹദനുഗമലഭ്യ, മഹത്തുക്കൾ പോയ വഴിക്ക് നമ്മൾ പോവുക, അവരുടെ കൂടെ പോവുക, സത്സംഗം ഉണ്ടാവുക. ഭക്തിരേവാത്ര സാധ്യ, ഭക്തി അതുകൊണ്ട് നേടാൻ കഴിയും. വേറൊരു മാർഗവും അതിനില്ല. പൈസ കൊടുത്താൽ കിട്ടില്ല. ഇങ്ങനെ കപിലവതനുരിതിത്വം ദേവകൂത്യേ നിഗാതി, ഭക്തി മാർഗത്തെ അവലംബിച്ചുകൊണ്ട് മനസ്സിനെ നിർഗുണമാക്കുക, സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് കലരാത്തതാക്കുക. അപ്പോൾ നമുക്ക് അമൃതകൃത്, അമൃതത്തെ കിട്ടുന്നു, സുഖത്തെ കിട്ടുന്നു. ബന്ധമുണ്ടെങ്കിലോ ബന്ധകൃത്, ബന്ധത്തെ ഉണ്ടാക്കുന്നു. അമൃതകൃത് അമൃതത്തെ ഉണ്ടാക്കുന്നു. ഭക്തിയോഗസ്തു ശക്തിയും, ഭക്തിയോഗം സത്സംഗം കൊണ്ടേ കിട്ടുള്ളൂ എന്ന് അല്ലയോ ഗുരുവായൂരപ്പ അമ്മയോട് അങ്ങ് പറഞ്ഞു കൊടുത്തല്ലോ. ബാക്കി ഭാഗത്ത് നമുക്ക് തുടരാം. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേഷു സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.